الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال الله إني منزل عليكم فمن يكفر بعد منكم فأيعذبه عذابا يعذبه أحدا من العالمين. وإذ قال الله يا عيسى ابن مريم أأنت قلت للناس أتتخذوني وأمي إلهين من دون الله قال سبحانك ما يكون لي أن أقول ما ليس لي بحق إن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب. وعن عبد الله بن عمر رضي الله تعالى سمعت رسول الله صلى الله عليه وسلم يقول كتب الله مقادير الملائكة قبل أن يخلق السماوات والأرض ب50,000 سنة. صدق الله مولانا العلي العظيم. صلى الله على ابن عبد الله خلق من السلاح كان عظيما فضلا عليلا لم يكن بل ليلا برره في المؤمنين رحيما صلوا عليه وسلموا تسليما. يا أكرم الكرماء على عتابكم عمر الفقير المرتجي لجنابكم يرجو الخطاء لغير باب ببابكم والدمع من عينين سال سجيما صلوا عليه وسلموا تسليما. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ഇതുവരെ നാം പറഞ്ഞതും നിങ്ങൾ കേട്ടതും അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഒരു സാഹചര്യമായി അള്ളാഹു നമുക്ക് ഏറ്റെടുക്കുമാറാവട്ടെ. പരിശുദ്ധ റജബിനെ സമാഗമനം ചെയ്തതുപോലെ വരാൻ പോകുന്ന ഷഅബാനിനെയും അത് കഴിഞ്ഞാൽ പരിശുദ്ധ റമളാനിനെയും വരവേൽക്കാനുള്ള ആയുരാരോഗ്യം ആഫിയത്ത് അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗമുള്ളവർ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നാട്ടിലോ വീട്ടിലോ ഉണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് നീ ശിഫ നൽകണേ യാ അല്ലാഹ്. പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. എല്ലാ നിലക്കും നിനക്ക് വേണ്ടി ജീവിച്ച് നിന്റെ ത്വാഅത്തിലായി ഈമാനോടുകൂടി മരിക്കുന്ന സച്ചരിതരായ സ്വാലിഹ്യങ്ങളിൽ സാധുക്കളായ ഞങ്ങളെയും നാവുമായി ബന്ധപ്പെട്ടവരെ നീ ചേർത്ത് തരണേ യാ അല്ലാഹ്. എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ യാ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ റജബിന്റെ മഹത്വത്തെ കുറിച്ച്, ആ റജബിനെ ബഹുമാനിച്ചാൽ റജബിനെ ധിക്കരിച്ചാലുമുള്ള അവസ്ഥയെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വേണ്ട രൂപത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിഷയം അള്ളാഹുവിന്റെ വിധികളെ മാനിക്കുക എന്നതാണ്. വിധി വൈവിധ്യങ്ങളെ മാനിക്കുന്നിടത്താണ് ഒരു മുഅ്മിനായി തീരുന്നത്. അള്ളാഹുവിന്റെ ഖദറിനെ ചിലപ്പോൾ നമ്മുടെ ലോജിക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പോലും ചില കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദറിനെ കുറിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് ഇടം കൊടുക്കുന്നത്. ആ ഖദറിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഈ ലോകത്ത് നിരീശ്വരവാദികളായ ആൾക്കാരായാലും മതമില്ലാത്തവനായാലും മതമുള്ളതിൽ തന്നെ തെറ്റിപ്പോയവനായാലും ഒക്കെ
അള്ളാഹുവിന്റെ ഖദറിലേക്ക് വല്ലാതെ സംശയിച്ച് വല്ലാതെ ചോദ്യം ചെയ്തവരാണ് പലപ്പോഴും ലോകത്ത് ഒന്നുമല്ലാതായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞത്, ആ ഖുർആൻ കൊണ്ട് അള്ളാഹ് ഹിദായത്താക്കുന്നവരുമുണ്ട്, അതേ ഖുർആൻ കൊണ്ട് അള്ളാഹു വിയപ്പിക്കുന്നവരുമുണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നവരുണ്ട്, അതേ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ അള്ളാഹു വിയപ്പിക്കുന്നവരുണ്ട്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിയക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാത്തതിന്റെ പേര്, വേണ്ടതുപോലെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ വന്നപ്പോ ആ ഖുർആൻ കൊണ്ട് പിയച്ചു പോയവർ ലോകത്തുണ്ട്, ഒരുപാട് പേരുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ. ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നു. ഏതായാലും അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹാന്മാരായ അസ്ഹാബികൾ പഠിപ്പിച്ചതുപോലെ, മഹാന്മാരായ ഇമാമികൾ പറഞ്ഞതുപോലെ ഖദരിയാക്കൾ എന്ന ഒരു വിഭാഗം. ഖദരിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, അവർക്കൊരു വ്യത്യാസമുണ്ട്. ഖദരിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഇല്ല, ഖദർ എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല എന്ന് പറയുന്നവരാണ് ഖദരിയാക്കൾ. മുർജിയത്ത് എന്ന് പറയുന്ന മുർജിയാക്കൾ അവർ പറയും അള്ളാഹു നേരത്തെ എല്ലാം തീരുമാനിച്ചു വെച്ചില്ലേ, പിന്നെ നമ്മൾ തെറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഗുണം ചെയ്യുന്നതിന്റെ കാര്യമുള്ളത് പ്രത്യേകിച്ച് കാര്യമില്ല, അതൊക്കെ നേരത്തെ സംവിധാനിച്ചു പോലെ എന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. രണ്ടും പരിശുദ്ധ ദീനിനെ പുറത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും അള്ളാഹുവിന്റെ ഖദറുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം വിശ്വസിക്കുമ്പോൾ കാലയളവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്നൊക്കെ പറയും. പക്ഷെ അള്ളാഹുവിന്റെ ഖദറിലേക്ക് തട്ടിക്കുമ്പോൾ അള്ളാഹുവിന്റെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിത്യാഗമായ വളരെ പ്രസിദ്ധമായ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം. വളരെ പ്രസിദ്ധമായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചൊക്കെ വളരെ വിശാലമായി പറയുന്നത് കാണാം. കാരണം നമ്മുടെ കാര്യങ്ങൾ സമയത്തിനും ദിവസങ്ങൾക്കും മാനദണ്ഡമായി നീങ്ങുന്നതാണെങ്കിൽ അള്ളാഹുവിന്റെ ഖദർ ഖദാ എന്ന് പറയുന്നത് സമയങ്ങൾക്ക് അപ്പുറമാണ്, അതിനൊരു കാലാതീതമാണ്. കാലത്തിനോ അല്ലെങ്കിൽ സമയത്തിനോ അതിന് പ്രാധാന്യമില്ല എന്നതാണ്. അതുകൊണ്ടല്ല എന്തൊക്കെ പറയും മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയേണ്ടത്, കാലത്തെ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾ കാലത്തെ കുറ്റം പറയല്ല. എന്തെങ്കിലും ഒരു അപകടം കാണുമ്പോ അല്ലെങ്കിൽ ശക്തമായ മഴ വരുമ്പോ എന്തൊരു വല്ലാത്ത ഹലാക്കിന്റെ മഴ, അല്ലെങ്കിൽ എന്തൊരു ഹലാക്കിന്റെ വെയില്, ഇങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകളുണ്ട്. അങ്ങനെ പറയില്ല. അള്ളാഹു തആല പറയാണ്, അള്ളാഹ് പറയാണ്, അത് എന്റെ ഖദറാണ്, അത് ഞാനാണ്. നിങ്ങൾ കാലത്തെ പഴി പറയല്ല, നിങ്ങൾ കാലത്തെ കുറ്റം പറയല്ല, കാലത്തിനത് ഞാനാണെന്ന് അള്ളാഹു തആല പറഞ്ഞതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ ഏത് കാര്യം സംഭവിക്കുമ്പോഴും അതിൻ്റെയൊക്കെ മുന്നോടിയായി അള്ളാഹു തആല നേരത്തെ കാലത്തെ എല്ലാം തീരുമാനിച്ചു വെച്ചതായിരിക്കും. നമ്മൾ സാധാരണ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആത്മാവിന്റെ മടക്കത്തിൽ പറഞ്ഞു, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ ഒരു വിചിന്തനത്തിന് അവിടെ ഒരു മുതൽക്കൂട്ട് ഉണ്ടാവുകയാണ്. പരസ്പരം ചോദിക്കാനും മനസ്സിലാക്കാനും അറിയാനൊക്കെ ഉള്ളൊരു ത്വര അവിടെ തന്നെ ജനിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റൂഹ് ഊതപ്പെടുന്നത് 40ാമത്തെ ദിവസം തന്നെ ഒരു മനുഷ്യന്റെ റൂഹ് ഊതപ്പെടും എന്നൊക്കെ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ ഖദർ സംഭവിക്കുന്ന കാര്യം, എല്ലാ സംഭവിക്കുന്ന കാര്യങ്ങളും അപ്പൊ ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും. അപ്പൊ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ, അത് നേരത്തെ നിശ്ചയിച്ചു വെച്ചതാണല്ലോ. നമ്മളൊക്കെ ദുആ ചെയ്യുന്നുണ്ടല്ലോ, ദുആ കൊണ്ട് തട്ടപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ദുആ കൊണ്ട് തട്ടപ്പെടുന്നതിന് പരിധിയുണ്ട്. ദുആ കൊണ്ട് മാറ്റപ്പെടും, സദഖ കൊണ്ട് മാറ്റപ്പെടും, നല്ല അമലുകൾ കൊണ്ട് ദീർഘായുസ്സിനെ കൂട്ടപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കണക്ക് കീഴ്മേൽ മറിയുന്ന സമയത്ത് അള്ളാഹു വലിയ കണക്കിലേക്ക് രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ചിലപ്പോൾ താഴെ ഉണ്ടാവും. ആ താഴെ വെച്ച കണക്കുകൾ ഒരു പക്ഷേ അത് മാറ്റിമറിക്കപ്പെടും. ആ മാറ്റിമറിക്കലും നേരത്തെ അള്ളാഹു നിശ്ചയിച്ചു വെച്ചതായിരിക്കും. ഏതായാലും അള്ളാന്റെ അറിവ്, അള്ളാന്റെ ഇൽമ് അത് താമാണ്. മനുഷ്യന്റെ ഇൽമുമായി, മനുഷ്യന്റെ അറിവുമായി അതിനെ ബന്ധിപ്പിക്കാൻ കഴിയില്ല. അള്ളാഹു എന്ന് പറയുന്ന സംവിധാനം തന്നെ നമുക്കറിയില്ല. നമ്മൾ കേട്ടുപഠിച്ചു, നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ നിക്കാഹിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു.
ഒരു കാര്യം സംഭവിക്കുമോ ഇല്ലയോ എന്ന് നേരത്തെ കാലത്ത്, ഈ കാലങ്ങൾ പടക്കുന്നതിന് മുമ്പ്, ദിവസങ്ങൾ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ആദ്യം പടച്ചെന്നറിയുമോ? അല്ലാഹു തആല ആദ്യം പടച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, റബ്ബി വമാദാ അക്തുബു വഖാല ഖാല ഉക്തുബ് അവ്വലു ബിശൈഇൻ ഖലഖല്ലാഹുൽ ഖലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു തആല ആദ്യമായി പടച്ചത് പേനയാണ്. അവ്വലു ശൈഇൻ ഖലഖല്ലാഹുൽ ഖലം. അല്ലാഹു തആല ആദ്യം പടച്ചത് പേനയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് പറയാൻ കാരണം അല്ലാഹു നേരത്തെ കാലത്ത് നിശ്ചയിച്ചു വെച്ചതാണെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ സംഭവിക്കുന്നത്? ഒരു ഉദാഹരണം പറയാം. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു കുഞ്ഞിനെ മഹാനായ ഹിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം കൊല്ലുന്ന ഒരു രംഗമുണ്ട്. കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ മഹാനായ ഹിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം കൊന്നു കളയുന്ന രംഗം സൂറത്തുൽ കഹഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ കൊന്നു കളഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു തന്നെ അതിന് മറുപടി വേണം. മഹാനായ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് മറുപടി കൊടുക്കുന്നത് അല്ലാഹു പറഞ്ഞ പ്രകാരമുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. ചോദിച്ചു എന്തിനാ കൊന്നെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞ മറുപടിയാണ് നേരത്തെ കാലത്തെ 40ാമത്തെ ദിവസം അല്ലാഹു രേഖപ്പെടുത്തിയതുപോലെ ആ കുഞ്ഞിന്റെ കാലം നേരത്തെ കാലത്തെ തീരുമാനം ഞാൻ തീരുമാനിച്ചു വെച്ച് കുട്ടി ജീവിക്കുകയാണെങ്കിൽ അക്രമിയും നിഷേധിയുമായി തീരുമെന്ന് അല്ലാഹു തആല മഹാനായ ഹിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് വന്നത്. ആ കുട്ടി ജീവിക്കുകയാണെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും വല്ല ഇടങ്ങറാകും, സമൂഹത്തിന് വല്ല ബാധ്യതയാകും, ഏറ്റവും വലിയ നിഷേധിയാകും, ധിക്കാരിയാകും, അക്രമിയാകും. ഇതുകൊണ്ടാണ് അല്ലാഹു പറയാ. അതിന് ഹിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത മറുപടി, അയാൾ ആ കുഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ അക്രമിയും നിഷേധിയുമാകുമെന്ന് അല്ലാഹു നേരത്തെ സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊന്നു കളഞ്ഞത്, അതുകൊണ്ടാണ് കൊല്ലാൻ കാരണമെന്ന് മഹാനായ ഹിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുമ്പോൾ അതാണ് അല്ലാഹുവിന്റെ ഖദർ. അതിന് സമയത്തിന്റെ പരിധിയില്ല, കാലത്തിന്റെ പരിധിയില്ല, കാലാതീതമാണ് അല്ലാഹുവിന്റെ തീരുമാനം. കാലാതീതമാണ് അല്ലാഹുവിന്റെ തീരുമാനം. സമയങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു പേനയെ സൃഷ്ടിച്ചു, അല്ലാഹു സംവിധാനിച്ചു. ഫഖാല റബ്ബി വമാദാ കുതുബു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവ്വലു ശൈഇൻ ഖലഖല്ലാഹുൽ ഖലമ. അല്ലാഹു ആദ്യമായി സംവിധാനിച്ചത് പേനയാണ്. എഴുതാൻ ഒരു പേന വേണം, ഒരു ആയുധം വേണം, ആലാത്തി വേണം. എല്ലാ പ്രവർത്തനങ്ങളും ലോകത്ത് രേഖപ്പെടുത്തി വെക്കുന്നത് കലമ കൊണ്ടാണ്. മനുഷ്യന്റെ തിന്മ നന്മകൾ എഴുതാൻ അല്ലാഹു 2 മലക്കുകളെ സംവിധാനിച്ചിട്ടുണ്ട്. മുൻകർ നകീർ റഖീബ് അതീദ് അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു മനുഷ്യന്റെ വലതിലും ഇടതിലും 2 മലക്കുകളെ പാറാവുകാരെ പോലെ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവരും മെയ്ത്ത് തന്നെയാണ് ജോലി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവ്വലു ശൈഇൻ ഖലഖല്ലാഹുൽ ഖലമ. അല്ലാഹു ആദ്യമായി പടച്ചത് പേനയാണ്. അല്ലാഹു പറയാണ് പേനയോട്, കാല ഉക്തുബ്, എഴുതിക്കോ. പേനയോട് എഴുതിക്കോ എന്ന് പറയുമ്പോൾ പേന തിരിച്ചു ചോദ്യം. ഫഖാല റബ്ബി വമാദാ അക്തുബു. അല്ലാഹുവേ, ഞാൻ എന്താണ് എഴുതേണ്ടത്? യജമാനനായ റബ്ബിനോട് പേന തിരിച്ചൊരു ചോദ്യമാണ്. റബ്ബി വമാദാ അക്തുബു, ഞാൻ എന്താണ് എഴുതി വെക്കേണ്ടത്? ഞാൻ എന്താണ് എഴുതി വെക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഖദറുല്ലാഹിന്റെ പ്രസക്തിയേറുന്നത്. അവിടെയാണ് അല്ലാഹു മറുപടി കൊടുക്കുന്നത്. അവിടെയാണ് എന്റെയും നിങ്ങളെയും ജീവിതത്തിന്റെ അടി മുതൽ മുടി വരെയുള്ള സർവ്വ കാര്യങ്ങളും നേരത്തെ കാലത്തെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടു പോയി. അല്ലാഹു പറഞ്ഞു, ചോദിച്ചില്ലേ റബ്ബി, എന്റെ റബ്ബേ, വമാദാ കുതുബു, ഞാൻ എന്താണ് എഴുതേണ്ടത്? ഫഖാല, അപ്പയാണ് അല്ലാഹു പേനയോട് പറഞ്ഞത്. റഖീബ് അതീദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ പണിയില്ലേ? അല്ലാഹു പറയുന്നു, കുതുബു മഖാദീറ കുല്ലി ശൈഇൻ ഹത്താ തഖൂമുസ്സാ.
ഉക്തുബ് മഖാദീറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമുസ് സാഅ. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് തുടങ്ങിക്കോ. അല്ലാഹു പറയാണ്, പേനയെ സംവിധാനിച്ച് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആളുകൾ അറിവായി വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ അല്ലാഹു പറയുകയാണ് പേനയോട്, കാലങ്ങളും സമയങ്ങളും സമാനങ്ങളും മകാനുകളും സംവിധാനിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പാണ്. 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സംവിധാനിച്ചു. അത് പറയുന്നത് ഹദീസിൽ ഏതായാലും അന്ന് പറഞ്ഞ പേനയോട് കുതുബു മഖാദീറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമുസ് സാഅ. ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ നന്മയും തിന്മയുമായ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യം എല്ലാം എഴുതി വെച്ചോ എന്നുള്ള പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും അല്ലാഹു നേരത്തെ കാലത്തെ സംവിധാനിച്ച് വെച്ചു. അതിനോട് അനുബന്ധമായി കൊണ്ട് തന്നെ ഹദീസ് പറയുകയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കതബല്ലാഹു മഖാദീറൽ ഖലായിക ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർള ബിഖംസീന അൽഫ സന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, കതബല്ലാഹു അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങളെ, കർമ്മനിരതമായ ഓരോ ജോലികളെയും, ഓരോ ചിന്തകളെയും, ഓരോ നിയത്തുകളെയും, ഓരോ വാക്കുകളെയും, പ്രവൃത്തികളെയും അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മഖാദീറൽ ഖലായിഖി, എല്ലാ സൃഷ്ടികളെയും, കദ്റുകളെ, എല്ലാ കണക്കുകളെയും അല്ലാഹു സംവിധാനിച്ചു, എഴുതി വെച്ചു. ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ പടക്കുന്നതിന് മുമ്പ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി പേനയെ സംവിധാനിച്ച്, എന്നിട്ടോ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് അല്ലാഹുവിലേക്ക് വന്നു നോക്കിയ സുബ്ഹാനല്ലാഹ്. സമയവും കാലവും നിർണിതമായ റബ്ബിന്റെ വചനങ്ങളെയാണ് നാം ചിന്തിക്കേണ്ടത്. സമയവും കാലവും കാലത്തിനതീതനായ റബ്ബിന്റെ വാക്കുകളെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കാലത്തിനതീതനായ റബ്ബിന്റെ പൊരുളുകളെയാണ് ഞാൻ ആലോചിക്കേണ്ടത്. അല്ലാഹു പറയാണ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർള ബിഖംസീന അൽഫ സന. ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു തആല ഇതിനെയൊക്കെ പടച്ചു വെച്ചു. കലമെ അല്ലാഹു സിദ്ധിച്ചു വെച്ചു. ലൗഹ കലം എന്ന് സാധാരണ പറയാറുണ്ട്. അതുകൊണ്ടല്ലേ സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞത് ഫീ ലൗഹിൻ മഹ്ഫൂദ്. ഒരു സൂറത്തിൽ അങ്ങനെ കാണാം, സൂറത്തുൽ ബുറൂജിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല പറയുന്നത് കാണാം, ഫീ ലൗഹിൻ മഹ്ഫൂദ്. ലൗഹിൽ അല്ലാഹു എല്ലാത്തിനെയും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ലൗഹ്, കലം, കുർസ്, ഇങ്ങനെ പലതുകൊണ്ട് സംവിധാനങ്ങൾ, അല്ലാഹുവിന്റെ സംവിധാനങ്ങൾ. ഇവിടെ അല്ലാഹു പറയാണ്, എല്ലാത്തിനെയും നേരത്തെ കാലത്തെ ഞാൻ സംവിധാനിച്ചു പോയി. സൂറത്തുൽ വാഖിയയിലും അത് തന്നെയാണ് അല്ലാഹു പറയുന്നത്, ഫീ കിതാബിൻ മക്നൂൻ. എല്ലാം തയ്യാറാക്കപ്പെട്ടതായ കിതാബെല്ലാം രേഖപ്പെടുത്തി വെക്കപ്പെട്ടു പോയി. അപ്പൊ മനുഷ്യന്റെ എല്ലാ നന്മയും തിന്മയും, ഒരാൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എപ്പോൾ വീട് വെക്കണം, എപ്പോൾ ഹജ്ജ് ചെയ്യണം, എപ്പോൾ ഉംറ ചെയ്യണം, എപ്പോഴാണ് ജനിക്കേണ്ടത്, എപ്പോഴാണ് മരിക്കേണ്ടത്, എപ്പോഴാണ് അവന്റെ സമയം എത്തേണ്ടത്, എല്ലാ കാര്യങ്ങളും നേരത്തെ കാലത്തെ അല്ലാഹു സംവിധാനിച്ചു പോയി. എല്ലാം സംവിധാനിച്ചു. അല്ലാഹു ഉണ്ടാകുന്നത്, അല്ലാഹു ഈ രേഖ ഉണ്ടാക്കുന്നത് ഈ സമയമില്ലാത്തൊരു സമയത്ത്. ഇത്തരം ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാത്തിന്റെയും രേഖ സംവിധാനിക്കുന്നത് ഈ സമയത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പാണ്. അപ്പൊ കാലാതീതമാണ് റബ്ബിന്റെ തീരുമാനം. കാലാതീതമാണ് അല്ലാഹു നമുക്കുള്ള ഭൂതവും വർത്തമാനവും അതുപോലെ ഭാവിയൊക്കെ മനുഷ്യന്മാരുടെ നമ്മൾ ആ ഒരു കണക്ക് അളവ് പോലെ വെച്ചിട്ട് റബ്ബിന്റെ അളവിനെ അളക്കാൻ ശ്രമിക്കുന്നത് പൊട്ടത്തരം.
അള്ളാഹുവിന്റെ ഖദറിനെയും അള്ളാഹുവിന്റെ കഥ. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ലോകത്ത് നിരീശ്വരവാദികളും അതുപോലെ മറ്റുള്ള മതമില്ലാത്തവന്റെ പേക്കൂത്തുകളൊക്കെ ഈ ലോകത്ത് കയറിക്കൂടി വരുന്നത് അള്ളാഹുവിന്റെ ഖദർ അള്ളാഹുവിനെ നമ്മുടെ ഭൗതികമായ സ്നേഹം കൊണ്ട് അളക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ വെട്ടികളായി പോയ ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് അള്ളാഹു ഈ രേഖ ഉണ്ടാക്കുന്നത് ഈ സമയത്തെ എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെയാണ്. എല്ലാ സമയവും ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാത്തിനെയും എല്ലാ കലകളെയും പരിമിതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യും. പക്ഷെ അള്ളാഹുവിന് ഇതിന്റെ ആവശ്യമില്ല. നമ്മളൊരു സംഗതി ഉണ്ടാക്കണമെങ്കിൽ അവിടെ എല്ലാം നോക്കും, ദിവസം നോക്കും, ഡേറ്റ് നോക്കും, നല്ല ദിവസം നോക്കും, എല്ലാം നോക്കും. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് നമുക്ക് മനുഷ്യർക്ക് ബാധകമാണ്, മനുഷ്യന്മാർക്ക് ഇതൊക്കെ ബാധകമാണ്. പക്ഷെ അള്ളാഹ്ക്ക് ഇത് ബാധകമല്ല. അതുകൊണ്ടല്ല മരണാനന്തര ജീവിതത്തെ കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു ജീവിതമുണ്ട്. അള്ളാഹു താല നേരത്തെ കാലത്ത് നമുക്ക് പറഞ്ഞു. അള്ളാഹു നമുക്ക് നേരത്തെ കാലത്തെ അതിനെ കുറിച്ച് പറഞ്ഞു തന്നു. മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് കാലാതീതമായിട്ട് അള്ളാഹു സംസാരിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ പറഞ്ഞത് കാലാതീതമായി സംസാരിച്ചവനാണ് എന്റെ റബ്ബ്, കാലാതീതമായി കാര്യങ്ങൾ തീരുമാനിച്ചവനാണ് എന്റെ റബ്ബ്. അതുകൊണ്ടല്ലേ അള്ളാഹു തആല പറയുന്ന സൂറത്തുൽ മാഇദയിൽ പറയുന്നത് കാണാം, قال الله إني منزل عليكم فمن يكفر بعد منكم فإني أعذبه عذابا لا أعذبه أحدا من العالمين. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത അള്ളയോട് പറയാണ്, അങ്ങനെയാണെങ്കിൽ നിന്റെ ഖദർ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ, നിന്റെ ഖദാ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ ഇവിടെ ഒരു അത്ഭുതം കാണിക്കണം. ആകാശത്തിന്റെ മേലാപ്പിൽ ഒരു സാധനം താഴോട്ടേക്ക് ഇറക്കണമെന്ന് അള്ളാഹ് ചോദിച്ചപ്പോ അള്ളാഹ് പറയാണ്, ഖാലല്ലാഹു ഇന്നി മുനസ്സിലു അലൈക്കും, ഖാലല്ലാഹു ഇന്നി മുനസ്സിലു അലൈക്കും. അള്ളാഹ് നേരത്തെ കാലത്തെ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതെല്ലാം ഇറക്കി തന്നതല്ലയോ? മുൻകാലത്ത് തന്നെ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളെയും ഞാൻ നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ ഇറക്കിയിട്ടില്ലയോ? ഇതിനപ്പുറത്തേക്ക് സംഭവിച്ചിട്ടില്ലയോ? അള്ളാഹു നേരത്തെ കാലത്തെ പറയാൻ അതിനുശേഷം നിങ്ങളിൽ ചില നിഷേധികളായി മാറി. എല്ലാം നൽകി, എല്ലാ അത്ഭുതങ്ങളും എല്ലാം കാലത്തിനതീതമായി നിങ്ങൾ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി വന്നപ്പോഴും നിങ്ങൾ എന്താക്കുന്നറിയോ? അതിനുശേഷം നിങ്ങൾ എന്നെ കൊണ്ട് നിഷേധികളായി മാറി. എന്നിട്ടോ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അദാബ് പിടിക്കപ്പെടുകയും ചെയ്തു. അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടിക്കപ്പെടുകയും ചെയ്തു. അതൊരു ഉദാഹരണമാണ്. കാലാതീതമായി അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് അല്ലാഹുവിനെ വിശ്വസിക്കാൻ പറഞ്ഞപ്പോ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ പോയിട്ട് അള്ളാഹുവിന്റെ ഗൈബിനെ ചോദ്യം ചെയ്യാൻ നിന്നപ്പോ അല്ലാഹു തആല പറയുകയാണ്, ഞാൻ നേരത്തെ കാലത്തെ നിങ്ങൾക്കെല്ലാം അറിയിച്ചു തന്നില്ലയോ? രണ്ടാമതും അല്ലാഹ് പറയാണ്, വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം. അല്ലാഹു തആല വീണ്ടും പറയാണ്, വഇദ് ഖാല അല്ലാഹ് പറഞ്ഞ സന്ദർഭത്തിൽ യാ ഈസ ഇബ്നു മറിയം, ഓ മറിയമിന്റെ പുത്രനായ ഈസ, അഅന്ത ഖുൽത ലിന്നാസി അതത്തഖിദൂനി വ ഉമ്മി ഇലാഹൈൻ. അഅന്ത ഖുൽത ലിന്നാസി, താങ്കളും ഉമ്മയും അവരോട് പറഞ്ഞവരാണോ? അതത്തഖിദൂനി ഉമ്മി ഇലാഹൈനി, നിങ്ങൾ രണ്ടുപേരെയും ഇലാഹുകളാക്കാൻ നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അവരോട് അല്ലാഹു തആല മൂസയോട് ചോദിക്കും. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദ്യം ചെയ്യും, അല്ലാഹുവെ കൂടാതെ നിങ്ങളെ ദൈവപുത്രന്മാരാക്കാൻ വേണ്ടി, ദൈവങ്ങളാക്കാൻ വേണ്ടി, അല്ലാഹുവിനെ പോലെ ആക്കാൻ വേണ്ടി നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, സുബ്ഹാനക മാ യഖൂലു ലി അൻ അഖൂലു മാ ലൈസ ലി ബിഹഖിൻ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധതയെ ഞാൻ വായിക്കുന്നു, നിന്റെ പരിശുദ്ധതയെ ഞാൻ വായിക്കുന്നു. നീ എല്ലാം നേരത്തെ കാലത്തെ സംവിധാനിച്ചവനാണ്, എല്ലാം നേരത്തെ കാലത്തെ തീരുമാനിച്ചവനാണ്.
സത്യമായിട്ടും അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ എല്ലാം നീ അറിയുന്നവരല്ലയോ റബ്ബേ. അറിയായിട്ടല്ല, അറിഞ്ഞെങ്കിൽ പോലും അല്ലാഹു ചോദ്യം ചെയ്തതാണ്. എന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ നിനക്കറിയാം, പക്ഷെ നിന്റെ കാര്യം എനിക്കറിയില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എന്റെ അടുക്കലുള്ള എല്ലാ തീരുമാനങ്ങളെയും നീ നേരത്തെ സംവിധാനിച്ചതാണ്, പക്ഷെ നിന്റെ തീരുമാനങ്ങൾ എനിക്കറിയില്ല. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന സംവിധാന വാക്കിനെ ഖുർആൻ ഉദ്ധരിക്കുകയാണ്. മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, തീർച്ചയായും ഞാനാണ് അൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാ ഐബിയായ കാര്യങ്ങളെയും അറിയുന്നവനാണ്. മറന്ന കാര്യങ്ങളെ കാലാതീതമായി എല്ലാത്തിനെയും അറിയുന്നവന് സംവിധാനിച്ചവൻ നീയാണല്ലോ. പിന്നെ ഞാനെങ്ങനെയാണ് പറയുക? മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പറയുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കുക. അല്ലാഹു വിധിച്ചതേ നമുക്ക് സംഭവിക്കാനുള്ളൂ. അത് തന്നെയാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു ചോദിച്ചത്. എന്റെ നഫ്സിലുള്ളത് നിനക്കറിയാമല്ലോ റബ്ബേ, നിന്റെ തീരുമാനങ്ങൾ ഞാൻ എങ്ങനെ അറിയാനാണ്? അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാം അറിയുന്നവനാണ്, ഐബിയായ കാര്യങ്ങൾ അറിയുന്നവനാണ്. ഒരാൾ എത്ര കാലം ജീവിക്കണം, ഒരാൾ എങ്ങനെ ജീവിക്കണം, ഒരാൾ എങ്ങോട്ട് പോകണം, എവിടെയാണ് മരിക്കേണ്ടത്, എവിടെയാണ് ജനിക്കേണ്ടത്, എവിടെയാണ് പോയി കിടക്കേണ്ടത്, എങ്ങനെയാണ് പാർക്കേണ്ടത്, എല്ലാ തീരുമാനങ്ങളും ഈ നേരത്തെ കാലത്തെ തീരുമാനിച്ചു വെച്ചതാണ്. ആ ഖൈറിലും ഖദറിലും ഖളായിലും വിശ്വസിക്കുമ്പോഴാണ് മുഅ്മിനാകുന്നത്. ആ ഖൈറിലും ഖദറിലും ഖളായിലും വിശ്വസിക്കുമ്പോഴാണ് മുഅ്മിനത്തായി തീരുന്നത്, വിശ്വാസിയായി തീരുന്നത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അല്ലാഹു തന്നെ ചോദിക്കുക, അതേ അല്ലാഹു തന്നെ വീണ്ടും ചോദിക്കുകയാണ്, മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യമാണ്, അള്ളാഹ് അറിയായിട്ടല്ല, എങ്കിലും മാനവരാശി ഉണർത്താൻ വേണ്ടി അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കൽപ്പന എത്തിയില്ലയോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കൽപ്പന വന്നോ, നിങ്ങൾ ധൃതി കാട്ടണ്ട. നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ ധൃതി കാട്ടേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ കാലത്തെ എല്ലാം സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് തിരക്ക് കൂട്ടുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ധൃതി കാണിക്കുന്നത് എന്ന് അല്ലാഹ് തന്നെ ഖുർആനിൽ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ഖദർ ഖളായിൽ വല്ലതും സംഭവിക്കുമ്പോൾ റബ്ബേ ഇതിന്റെ തീരുമാനമാണ്, അല്ലാഹുവേ ഇതിന്റെ ഖദറിൽ ആദ്യമേ നീ തീരുമാനിച്ചതാണ്. നല്ലത് വന്നാലും ദുഃഖം വന്നാലും പറയാനൊരു വാക്കേയുള്ളൂ. സന്തോഷം വന്നാൽ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്. അപകടം വന്നാലോ അല്ലെങ്കിൽ വേണ്ടാത്ത മോശമായ ഒരു കാര്യം ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെയും പരിശുദ്ധ റസൂല് പഠിപ്പിച്ചു, അവിടെ അല്ലാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് പറയണേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇങ്ങനെ പറയുമ്പോഴാണ് ഖദർ ഖളായിൽ വിശ്വാസമായി തീരുന്നത്. ഇങ്ങനെ പറയുമ്പോഴാണ് ഖദർ ഖളായിൽ വിശ്വാസമായി തീരുന്നത്. അതുകൊണ്ടല്ല അല്ലാഹുവിന്റെ തീരുമാനം കാലത്തിന് അതീതമാണെന്ന് പറയാൻ കാരണം, അല്ലാഹുവിന്റെ തീരുമാനം കാലത്തിന് അതീതമാണെന്ന് പറയാൻ കാരണം ഉദാഹരണം പറയാം. അല്ലാഹുവിന്റെ കാലത്തിന് ഉദാഹരണം പറയാം. ഒരാളൊരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം? ഒരാളൊരു സ്വപ്നം കണ്ടു, അയാൾ അപകടത്തിൽപ്പെടുന്ന സ്വപ്നമാണ് കാണുന്നത്. സ്വപ്നം, ആ സ്വപ്നത്തിൽ അയാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്വപ്നം കാണും. ഒരു അപകടത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിലാണ് മരിക്കുന്ന സ്വപ്നം കാണുന്നത്. സംഭവിച്ചിട്ടില്ല, സ്വപ്നത്തിലാണ് കാണുന്നത്. പക്ഷെ അവിടെ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ വെളിവാക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ ഖുദ്റത്ത് എത്രത്തോളം വലിയതാണ്, അവൻ നേരത്തെ കാലത്ത് തീരുമാനിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു, അതെങ്ങനെ സംഭവിക്കാം? ആ സംഭവത്തെ അസംഭവ്യമായി കണ്ടു കഴിഞ്ഞാൽ ഖുദ്റത്തിൽ സംശയിച്ചു കഴിഞ്ഞാൽ വലിയ പരീക്ഷണമാണ്. മഹമൂദുൽ അഫന്ദി എന്ന മഹാൻ
قل اللهم مالك الملك تؤتي الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. എന്ന ഖുർആൻ ആയത്തുണ്ട് ആലി ഇമ്രാനിലെ ഖുർആൻ ആയത്തിനെ ഒരു വേള 17 രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ അധിപനായ മഹ്മൂദുൽ അഫ്ന്ദി പെട്ടെന്ന് ചിന്തിച്ചു പോയി, ഞാനിപ്പോൾ 17ഓളം വരുന്ന രാജ്യത്തിന്റെ രാജാധികാരിയല്ലേ, എങ്ങനെ സംഭവിക്കാന്ന് ഒരു നിമിഷ നേരത്തേക്ക് അള്ളാഹുവിന്റെ കതിരിലേക്ക് സംശയിച്ചു പോയി. അള്ളാഹ് പരീക്ഷിച്ചു പോയി. നിമിഷ നേരം കൊണ്ട് അധികാരമെല്ലാം അള്ളാഹു എടുത്തു മാറ്റിക്കളഞ്ഞു. സുബ്ഹാന ജല്ല ജലാലുഹു. അവിടുത്തെ ഒരു കരം മുറിക്കപ്പെട്ടു പോയി. കള്ളനാണെന്ന് മുദ്രകുത്തി മറ്റുള്ള ഇടത്തിന് താഴെ കടയുള്ള രാജാക്കന്മാര്, ആ രാജ്യത്തിന്റെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള രാജാക്കന്മാര് വന്ന് അദ്ദേഹത്തിന്റെ കൈമുറിച്ചു പോയി. അവസാനം ജയിലിൽ കടന്ന് വെട്ടാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് മുഖം കാണുന്നത്. മുഖം കണ്ടപ്പോൾ അയാളാണ് മനസ്സിലായത്, അല്ലാഹുവേ ഇത് മഹ്മൂദുൽ അഫ്ന്ദിയല്ലേ, നമ്മുടെ ഏറ്റവും മേലെയുള്ള രാജാവല്ലേ, എന്തേ നിങ്ങൾക്ക് ഈ ഗതി വരാൻ കാരണമെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ മഹ്മൂദുൽ അഫ്ന്ദി കൊടുത്ത മറുപടിയുണ്ട്, നിങ്ങൾക്കറിയുമോ ഞാൻ അല്ലാഹുവിന്റെ കുദരത്തിലൊന്ന് സംശയിച്ചു പോയി. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തൂതിയൽ മുൽകു മിമ്മൻ തശാ എന്ന് പറയുന്ന ആയത്തിലേക്ക് ഞാനൊന്ന് ചെറുതായി സംശയിച്ചു പോയി. അതിനുള്ള പരിഹാരമാണ് എന്റെ റബ്ബ് എനിക്ക് തന്നത്. ഇതാണ് പറഞ്ഞത്, കതിരിലേക്കും കമായിലേക്കും വിശ്വാസം ഉണ്ടാകണം. അതുകൊണ്ടല്ലേ ഒരു സ്വപ്നം കണ്ട ഒരാൾ ഇന്ന സ്ഥലത്ത് വരിക്കുമെന്ന് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സ്വപ്നമാണ്, പക്ഷെ ആ കണ്ടതുപോലെ ഫലിച്ചു കഴിഞ്ഞാൽ അതാണ് അല്ലാഹുവിന്റെ കുതിർത്ത്, അതാണ് അല്ലാഹുവിന്റെ കതിര്. സ്വപ്നമാണ് കണ്ടത്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് അതുപോലെ സംഭവിക്കുകയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ കതിരിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ടത് പോലെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം അലാ മഖാദീരിൽ ഖലായിക കുല്ല ശൈഇൻ ഹത്താ യൗമൽ ഖിയാമ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾക്ക് അങ്ങനെ സംഭവിക്കുകയാണെങ്കിലോ ആ സംഭവിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അവന്റെ ജീവിതത്തിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് 40ാമത്തെ ദിവസം റൂഹൂതുന്ന സമയമുണ്ട്. ആ റൂഹൂതുന്ന സമയത്ത് തന്നെ അവന്റെ എല്ലാ നന്മയും തിന്മയും അവിടെ രേഖപ്പെടുത്തപ്പെട്ടു പോയി, എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെട്ടു പോയി, എല്ലാ പ്രവർത്തനങ്ങളും അവിടെ രേഖപ്പെടുത്തപ്പെട്ടു പോയി എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ട് പറയാണ്, ആ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അതാണ് അല്ലാഹുവിന്റെ ഖദർ, അതാണ് അല്ലാഹുവിന്റെ ഖദാവ്. അപ്പൊ ചോദിക്കും ഒരു കാര്യത്തിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പൊ ആദ്യം പറഞ്ഞ 2 കാര്യം അല്ലാഹുവിന്റെ ഹിസാബുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമതൊരു ഖദർ പ്രായത്തിന്റെ ഖദറാണ്, ജീവിതത്തിന്റെ ആയുസിന്റെ ഖദറാണ്. ആയുസിന്റെ ഖദർ ആത്മാവ് നേരത്തെ കാലത്തെ പോകാൻ അല്ലാഹു സംവിധാനിച്ചെങ്കിൽ ഓരോ ഖദറിലും ഓരോ കണക്കുകളുണ്ട്. മൂന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് ഖദറുലുംരി ആയുസിന്റെ ഖദറാണ്. അതിനും അല്ലാഹു നേരത്തെ കാലത്തെ പലതും കണക്കാക്കി വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവിനെ അല്ലാഹു ഊതുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 40ാം ദിവസം കുഞ്ഞ് കിടക്കുന്ന സമയത്ത് അല്ലാഹു ഊതുന്ന സമയത്ത് അല്ലാഹു തആല എല്ലാം അവനെ കേൾപ്പിക്കപ്പെട്ടു പോയി. അതല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വയഅ്മുറു ബിഅർബഇ കലിമാത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു ഉമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് പിറക്കുമ്പോ 40ാമത്തെ ദിവസം റൂഹൂതുമ്പോ 4 കാര്യങ്ങൾ അവന്റെ മേൽ എഴുതപ്പെട്ടു പോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങളാണ് എഴുതി വെക്കപ്പെടുക. വയഅ്മുറു ബിഅർബഇ കലിമാത്ത്. 4 കാര്യങ്ങൾ അവനിക്ക് എഴുതപ്പെട്ടു പോയി. ഒന്ന് റിസ്ഖി, അവന്റെ ഭക്ഷണമാണ്, അവന്റെ ഭക്ഷണമാണ് എന്ന് ഹബീബായ തങ്ങൾ. രണ്ടാമത്തത് അജലി, അവന്റെ ആയുസ്സാണ്.
രണ്ടാമത്തത് ആയുസ്സാണ്. ഭക്ഷണം എവിടെയാണ് അവനിക്ക് കണക്കാക്കിയിട്ടുള്ളത്, ഏത് രൂപത്തിലാണ്, എന്തെല്ലാമാണ് അവൻ കഴിക്കേണ്ടത്, ഏതെല്ലാമാണ് അവനിക്ക് വരേണ്ടത്, ഏതെല്ലാം ഭക്ഷണം കഴിച്ചിട്ടാണ് അവന്റെ ശരീരം ഒന്ന് നന്നാക്കേണ്ടത്, ഏത് ഭക്ഷണത്തിലാണ് അവനിക്ക് രോഗം വരേണ്ടത് എന്ന് വരെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. അവന്റെ ഭക്ഷണം അള്ളാഹു തീരുമാനിച്ചു പോയി. രണ്ടാമതോ നിമിതങ്ങൾ പറയുകയാണ്, രണ്ടാമത് അവന്റെ ആയുസ്സാണ്. ആയുസ് എന്ന് പറയുന്നത് അള്ളാഹു ഓരോ മനുഷ്യനും കണക്കാക്കിയ ദിവസങ്ങളുണ്ട്. ആ ദിവസം കഴിഞ്ഞാൽ ആയുസ് നീട്ടിക്കിട്ടാൻ വഴികളുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ആയുസ് എന്ന് പറയുന്നത് അള്ളാഹു കണക്കാക്കിയാൽ പിന്നെ ചില ആൾക്കാർ പറയും ദുആ കൊണ്ട് തട്ടപ്പെടുമല്ലോ, ദുആ ചെയ്തു കഴിഞ്ഞാൽ ചില തീരുമാനങ്ങൾ മാറ്റിമറിക്കപ്പെടുമല്ലോ എന്ന് ആരോ പറഞ്ഞില്ല, ആരോ പറഞ്ഞതല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതാണ്. ദുആ കൊണ്ട് പലതും നേടിയെടുക്കാൻ കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പക്ഷേ ഒരു കണ്ടീഷൻസ് ഉണ്ട്. എങ്ങനെയാണ് ഒരാൾ ആയുസ്സെത്തിയ ആളാണ്, പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുടുംബബന്ധം ചേർക്കൽ കൊണ്ട് നിനക്ക് ദീർഘായുസ്സ് കൂടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് തങ്ങൾ പറഞ്ഞ വാക്കാണ്. കുടുംബബന്ധം ചേർത്തി കഴിഞ്ഞാൽ ആയുസ് വർദ്ധിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറയാ. ഒരാള് കടക്കഴയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് കുറച്ച് അസുഖം മാറി എഴുന്നേറ്റ് വന്നു. പക്ഷെ ഈ ഹദീസ് കണ്ടപാടെ ആ മനുഷ്യന് നന്നായി, ആ മനുഷ്യന്റെ മനസ്സിന് പരിവർത്തനം വന്നുപോയി. ആ പെങ്ങളുടെ, ആ ഉമ്മയുടെ, ആ സഹോദരന്റെ മനസ്സിന്റെ പരിവർത്തനം വന്നപ്പോൾ നേരെ ചെന്ന് കുടുംബങ്ങളെ പോയി കണ്ടു. ആ കുടുംബങ്ങളെ സന്തോഷിപ്പിച്ചു, പരസ്പരം കൈപിടിച്ച് പിടിച്ചു. ആ കാരണത്താൽ 2025 മരിക്കേണ്ട ഒരാൾ ഉമ്മ, ഒരു സഹോദരി, 2025 ജനുവരി 30 ഒരാൾ ആയുസ് കണക്കാക്കിയതെങ്കിൽ ഈ നന്മയുടെ കാരണം കൊണ്ട് അതിനെ മാറ്റപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അല്ലാഹുവിന്റെ ഖദറിൽ വ്യത്യാസമില്ല. അതും അല്ലാഹു നേരത്തെ കണക്കാക്കിയതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കുഞ്ഞിന് 40-ാമത്തെ വയസ്സ്, 40-ാമത്തെ ദിവസം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഒരു കാലം റിസ്ക്, രണ്ടാമത്തെ കാലം ഹബീബായ തങ്ങൾ പറഞ്ഞത് അവന്റെ ആയുസ്സാണ്. മൂന്നാമത്തെ പറഞ്ഞത് അവന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം ചെയ്യണം, എങ്ങനെയൊക്കെ ജീവിക്കണം, ഏതെല്ലാം അമലുകൾ, നിസ്കരിക്കുന്നവളാണെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം, തഹജ്ജുദുണ്ടോ, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന ഉമ്മയാണ്, സഹോദരിയാണ്, സഹോദരനാണെങ്കിൽ അത് അല്ലാഹു നേരത്തെ നിശ്ചയിച്ചു വെച്ചതാണ്. നിസ്കരിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ മടി കാണുന്നുണ്ടെങ്കിൽ അതും അല്ലാഹുവിന്റെ തീരുമാനമാണ്. പക്ഷേ അത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് അവർ ഇരിക്കാൻ പാടില്ല. അവിടെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന യഥാർത്ഥ സച്ചരിദ്രായ സ്വാലയങ്ങളിൽ, ആബിദീങ്ങളിൽ എന്റെയും നീ ചേർക്കണേ അല്ലാഹ് എന്ന് നിരന്തരമായി കൽബ് പൊട്ടി വേദനിച്ച് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആയുടെ പരിണിത ഫലമായി കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പോൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന 40-ാമത്തെ ദിവസം റൂഹ് എന്ന കുട്ടിക്ക് 2 കാര്യമായി, 3 കാര്യമായി റിസ്കായി, ഒന്നവന്റെ അവധിയായി, മൂന്നാമത്തെ അവന്റെ പ്രവർത്തനങ്ങളായി. ഏതെല്ലാം ജോലിയിൽ കയറും, എന്തെല്ലാം അവൻ ചെയ്യും, എപ്പോഴാണ് അവൻ ഹജ്ജ് ചെയ്യുക, എപ്പോഴാണ് ഉംറ ചെയ്യുക, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടും, അതും അല്ലാഹു നിശ്ചയിച്ചു പോയി. മൂന്നാലാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വല്ലാത്ത പരീക്ഷണത്തിന്റെ ഘട്ടമാണ്. ശഫീഉ വസഈദ്, വിജയ പരാജയങ്ങളും അല്ലാഹു രേഖപ്പെടുത്തപ്പെട്ടു പോയി. നിർഭാഗ്യങ്ങൾ അല്ലാഹു എഴുതി വെക്കപ്പെട്ടു പോയി. ഭാഗ്യ നിർഭാഗ്യങ്ങൾ, ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ വരുന്നോ, ദുരിതങ്ങൾ വരുന്നോ, അതും അല്ലാഹു നേരത്തെ സംവിധാനിച്ചതാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഒരാളുടെ ജീവിതത്തിൽ വല്ലാതെ പ്രയാസങ്ങളാണ്, ശഖിയാണ്, എപ്പോഴും നിർഭാഗ്യമാണ്, ഒന്നിലും ഭാഗ്യമില്ല, ഒന്നിലും ഒരു ബറക്കത്തില്ല, ഒന്നിലും ഒരു ഐശ്വര്യമില്ല, എല്ലാ തുടക്കത്തിലും കൈവെക്കുന്നത് മുഴുവൻ നഷ്ടത്തിലാണ്, കയറിപ്പോകുന്ന ഇടങ്ങളിൽ പ്രശ്നങ്ങളാണ്, അതും അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണങ്ങളിൽ മുറുകി പിടിക്കുന്നവൻ മുഅ്മിനാണ്. പരീക്ഷണങ്ങളിൽ പതറിപ്പോയി കാലത്തിന് പഴി പറയുന്നവൻ എന്നെ പഴി പറയുന്നത് പോലെയാണ്, എന്നെ ചീത്ത പറയുന്നത് പോലെയാണ്, അല്ലാഹു പറയാണ് എന്നെ ചീത്ത പറയുന്നത് പോലെയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മക്കളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കാറുണ്ട്, ശരീരം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കാറുണ്ട്, രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കാറുണ്ട്, മക്കൾ കൺമുമ്പിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ, വല്ലാത്ത പരീക്ഷണമായിരിക്കും. അപ്പയും ക്ഷമിച്ചു നിന്നവരുണ്ട്, അപ്പയും കണ്ണീര് വാർത്തുകൊണ്ട് ക്ഷമിച്ചു പോയവരുണ്ട് ലോകത്ത്. അവർ പരീക്ഷണ ഘട്ടങ്ങളിൽ ചിരിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ, പരീക്ഷണ വേളയിൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ചിരിച്ചുകൊണ്ട് നേരിടാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അവളുടെ ആ ഉമ്മയുടെ സഹോദരന്റെ കൽബില് ഈമാന്റെ കട്ടിയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. പരീക്ഷണം വരുമ്പോ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ അത് വല്ലാത്തൊരു ഈമാനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാണ്ട് പരീക്ഷണം വരുമ്പോ, തളർച്ച വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ അലമുറയിട്ട് കരയുന്നതിൽ ഈമാനില്ല, ടെൻഷൻ അടിച്ച് മൂലകേക്കുന്നതിൽ ഈമാനില്ല, വല്ലാതെ പ്രയാസപ്പെടുന്നതിൽ ഈമാനിന്റെ കുറവാണ്. പക്ഷെ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് ചിരിക്കേണ്ടത് മുഅ്മിൻ. പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് സന്തോഷിക്കേണ്ടത്. അൽഹംദുലില്ലാഹ്. രോഗം വരുമ്പോൾ പറയണം അൽഹംദുലില്ലാഹ്, റബ്ബേ എനിക്ക് രോഗം തന്നത്, അതുകൊണ്ട് എന്റെ പാപം നീ പൊറുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അസുഖം വരുന്നത് പരീക്ഷണമാണ്, അസുഖം വരുന്നത് നിങ്ങളെ പാപങ്ങളെ പൊറുപ്പിക്കുവാനാണ്. രോഗം വന്ന് അല്ലാഹു പരീക്ഷിക്കുന്നത് നിങ്ങളെ കടന്നെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ്. സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് സീറ്റ് വേണ്ട, അമല് കുറവാണല്ലോ, സദുവായ പാവപ്പെട്ടവൻ അമല് കുറവാണല്ലോ, ഒന്നുമില്ല, അമലില്ല, ഇബാദത്തില്ല. അമല് കുറഞ്ഞു പോയാൽ പിന്നെ അതിലേക്ക് കയറിക്കൂടാൻ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വേണ്ട ഉമ്മമാരെ. അതിനു വേണ്ടി അല്ലാഹു ശുദ്ധീകരിക്കലാണ് രോഗമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കൂടെ ഇല്ലേ? അപ്പൊ ശഖിയൻ, പരാജയങ്ങൾ, എപ്പോഴും പരാജയങ്ങൾ, പ്രയാസങ്ങളാണ്. അതും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, അതും അല്ലാഹുവിന്റെ തീരുമാനമാണ്. എപ്പോഴും നല്ലത് മാത്രമേ ചിലവുണ്ടാവും. തൊട്ടാൽ പൊന്നാക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മൾ പറയാറില്ലേ, നമ്മൾ രണ്ടും പറയാറില്ലേ, ഇന്നത്തെ ദിവസത്തോ അറിയില്ല, ഇന്ന് വല്ലാത്തൊരു പ്രയാസം. അല്ലെങ്കിൽ ചില ആൾ നമ്മൾ പറയും അയാൾ കാല് വെച്ചതെല്ലാം ബറകത്താണ്, തൊട്ടതെല്ലാം പൊന്നാക്കലാണ്, അത് അല്ലാഹുവിന്റെ നിഅമത്താണ്, അതും അല്ലാഹുവിന്റെ ഖദറിൽ പെട്ടതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എല്ലാത്തിലും ഉണ്ടാവും. ജനീകരണ ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയ മേഖലയാണ് ഈ ഒരു സംവിധാനം. ഒരു മനുഷ്യന്റെ ആയുസ്സുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഖദർ അല്ലാഹുവിനെ സംബന്ധിച്ച് ഹ്യൂമൻ ജീൻ പ്രൊട്ടക്ഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. എല്ലാ വിഭാഗത്തിലും മനുഷ്യന്റെ, അതായത് മനുഷ്യ ശരീരത്തിലുള്ള ഒരു മില്ലിമീറ്ററിന്റെ 10,000-ൽ ഒരു അംശം മാത്രമിരുന്ന രോഗത്തിന് ആ കോശത്തിനകത്തുള്ള DNA-യിൽ മനുഷ്യന്റെ ജീവിതങ്ങളെ മൊത്തം സ്ക്രിപ്റ്റ് ചെയ്ത് അക്ഷരങ്ങളെ കൊണ്ട് AGCD എന്നറിയപ്പെടുന്ന ബേസിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഒരു ബേസിക്കിലാണ് അല്ലാഹു തആല ചിപ്പ് പോലെ, നമ്മുടെ മൊബൈലിലേക്കുള്ള ചിപ്പ് പോലെ ചെറിയ സംവിധാനത്തിലാണ് അല്ലാഹു തആല DNA നമ്മൾ പറയും. നമ്മൾ കേട്ടുള്ള ഹോസ്പിറ്റലിൽ പോയാൽ DNA പരിശോധിക്കണം. ആ അല്ലാഹു സംവിധാനിച്ച DNA അത്രയും, അതിന്റെ ഒരംശം, ആ ഒരംശത്തിൽ അല്ലാഹു തആല സംവിധാനിച്ച അറിവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശാസ്ത്രലോകം പറഞ്ഞു വേണം 70,000 മീറ്ററോളം ഉയരമുള്ള പുസ്തകം എഴുതാൻ മാത്രം പാകത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചു. ഒരാളുടെ ജീനിൽ DNA-യിൽ അതിന് 10,000-ലധികം വരുന്ന അംശത്തിൽ അതിന്റെ ഒരു അംശം, ഒരു ബേസിക്കിൽ 70 മീറ്റർ ഉയരത്തോളം വരുന്ന ഒരു പുസ്തകം എഴുതാൻ മാത്രം അതിനൊരു അറിവ് ശേഖരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാഹുവിന്റെ സത്യം പറഞ്ഞ ഈ ആധുനിക ടെക്നിക്ക് അല്ലാഹുവിന്റെ അസ്തിത്വത്തെ വിളിച്ചോതിയാണ്.
ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളും ഒരുപാട് പുരോഗമനങ്ങളും അള്ളാഹുവിന്റെ അസ്തിത്വം, അള്ളാഹുവിന്റെ ശക്തിയെ വിളിച്ചറിയിക്കുന്ന സംവിധാനങ്ങളാണ്. മുമ്പൊന്നും അങ്ങനെയല്ല. ഈ ആധുനിക ടെക്നിക്കലിന്റെ പേരുന്നതിനൊക്കെ എന്തൊക്കെ ഒരു രോഗം കണ്ടുപിടിക്കാൻ എന്തെല്ലാം കഷ്ടപ്പാടാണ്. പക്ഷെ ഇന്ന് അതെല്ലാം മാറി. അതിൽ തന്നെ ഈ ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ ഇതിലൊക്കെ മേലെയാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ആധുനിക സംവിധാനങ്ങൾ കണ്ടുപിടിക്കുന്നതിന്റെ കാര്യം മാത്രമാണ്. പക്ഷേ ഇതിനു മുന്നേ ഇതൊക്കെ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ 40ാമത്തെ ദിവസം രേഖപ്പെടുത്തി വെച്ച റബ്ബിന്റെ കാര്യം പറയുമ്പോഴാണ് ചില ആൾക്ക് അന്താളിപ്പ്. മനുഷ്യൻ കണ്ടുപിടിക്കുന്ന മനുഷ്യൻ നിർമ്മിതമായ ആധുനിക സംവിധാനങ്ങൾ പറയുമ്പോൾ നമുക്ക് വിശ്വാസം. പക്ഷെ ആ മനുഷ്യ സംവിധാനത്തിന്റെ അപ്പുറത്തേക്ക് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കടക്കുന്ന സമയത്ത് 40ാമത്തെ ദിവസം റൂഹിനെ കൂടി കാര്യങ്ങളെ നിയന്ത്രിച്ച് എല്ലാം രേഖപ്പെടുത്തിയ അള്ളാഹുവിന്റെ കുതിർത്ത് പറയുമ്പോൾ അതിൽ ആശങ്കപ്പെടുന്നവർ, അതിശയപ്പെടുന്നവരാണ് സത്യത്തിൽ പൊട്ടന്മാർ. അങ്ങനെ ഉണ്ടല്ലോ. ഇതെല്ലാം സംവിധാനിച്ച റബ്ബിന്റെ ആ ഒരു സംവിധാനത്തിൽ ആശയപ്പെടുക, അല്ലെങ്കിൽ അതിനെ സംശയിക്കുക, അങ്ങനെയുള്ള. അപ്പൊ ഇത് ആധുനികമായ സംവിധാനങ്ങൾ, ആധുനികമായ വൈദ്യശാസ്ത്രങ്ങളും ഒക്കെ എല്ലാ ജീനും കണ്ടുപിടിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ അവർ അവസാനം എത്തിപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇസ്തതാഅ മിൻകും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് വദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അല്ലാഹു പറയാണ്, നിങ്ങൾ പോയിക്കോ ഓ മനുഷ്യവർഗമേ, ജിന്നവർഗമേ, നിങ്ങൾ ചന്ദ്രനില്ല ഇനി അപ്പുറത്തേക്ക് കയറി ചെന്നാലും അള്ളാന്റെ ഖദർ നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തേടി എത്തുമെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയാം. നമ്മൾ എവിടെ പോയാലും, ഏത് ലോകത്ത് ചെന്നാലും, എങ്ങനെ പോയാലും അല്ലാഹു തആല പറയാണ്, ഏത് ലോകത്ത് ചെന്നാലും അള്ളാഹുവിന്റെ ഖദർ, ആ ഖദർ നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെയും തേടി തന്നെ വരുമെന്ന് അല്ലാഹു തആല പറഞ്ഞതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുറ്റവാളി ഒരു കുറ്റം തെളിയിക്കണമെങ്കിൽ ഇന്നത്തെ സംവിധാനം ഉണ്ട്. പണ്ടത്തെ ഒരു കുറ്റം തെളിയിക്കണമെങ്കിൽ സംവിധാനങ്ങളില്ല. ഇന്ന് കോടതിയിൽ ഒരു കള്ളനെ കയറ്റി കഴിഞ്ഞ് അയാൾ കള പറയുമ്പോൾ ഉറപ്പാടും തെളിവ് മുന്നിൽ കൊണ്ടുവന്നു. വളരെ എളുപ്പം. നിഷേധിച്ചാൽ അത് തെളിയിക്കാൻ സ്പോട്ടിൽ CCTVയുടെ തെളിവുണ്ടാവും. പക്ഷെ നമുക്ക് മേലെ ഒരു CCTV ഉണ്ട്. ആ CCTV എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്ന ജഗന്നിയന്താവായ അല്ലാഹുവാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും യാതൊരു കണ്ടുപിടുത്തങ്ങൾക്ക് അല്ലാഹുവിന്റെ അസ്തിത്വത്തെ ശക്തിപ്പെടുത്തണം. നമ്മുടെ ഈ ഭൗതികമായ CCTVയിൽ ആ CCTV കാണുന്നുണ്ടെന്നുള്ള ബോധത്തിൽ പേടിയിൽ നമ്മൾ മാറി നിൽക്കും. പക്ഷെ അതിനേക്കാൾ വലിയൊരു CCTV നമുക്ക് മേലെയുണ്ട്. അതിനേക്കാൾ വലിയൊരു പാറാവുകാരൻ നമുക്ക് മേലെയുണ്ട്. നമ്മുടെ ഇടതും വലതും എഴുതി വെക്കാൻ വേണ്ടി നേരത്തെ കാലത്തെ 2 CCTV അല്ലാഹു സംവിധാനിച്ചു. നമ്മൾ കാണുന്നില്ല. നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സംവിധാനിച്ചത് ഇതുപോലെ ആ ആധുനിക സംവിധാനങ്ങളിൽ നമ്മൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം മേലെ കിടക്കുന്ന അന്തസ്സായ സത്ത അള്ളാഹുവിന്റെ വിശ്വാസത്തിലേക്ക് പലപ്പോഴും നമുക്ക് സംശയം വന്നു പോകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹനെ മറക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം പോയി പോകുന്നു. ആ പോകലിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ലിബറലിസത്തിലേക്കും മറ്റിലേക്കും കാലെടുത്ത് വെക്കുന്ന നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ്. മദ്രസയിലെ പഠിക്കുന്നുണ്ടാവും, സാധുമാരെ പഠിപ്പിക്കുന്നുണ്ടാവും. പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവർ വഴിതെറ്റുന്നത് എന്തുകൊണ്ടാണ്? അവർ ഉള്ളിലേക്ക് ഇതിന്റെ ശരിയായ സത്ത ആശയത്തെ നമ്മൾ കൂട്ടി ഉറപ്പിക്കാത്തതിന്റെ പേരിൽ. അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തെരുമാറാവട്ടെ. അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തെരുമാറാവട്ടെ. അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തെരുമാറാവട്ടെ. എപ്പോഴും ദ്വാരക്കണം. അപ്പോ അല്ലാഹു തആല പറയാണ്, അങ്ങനെയുള്ള CCTV ഈ ആധുനിക സംവിധാനത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജീവിതശേഷം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മേൽ വെളിവാക്കപ്പെടും. നാനോ ടെക്നോളജിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കണ്ണിന് പോലും കാണാൻ പറ്റാത്ത ചിപ്പിലേക്ക് സംവിധാനങ്ങളെ, ഒരുപാട് ജീവികളെ, ഒരുപാട് അറിവുകളെ പകർത്താൻ പറ്റിയ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് ചിന്തിക്കണം. അവിടെയാണ് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഉണർത്താൻ വേണ്ടി നോക്കുന്നത്. അവിടെയാണ് അള്ളാഹുവിന്റെ മഹത്തായ ശക്തിയെ നാം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് റബ്ബിന്റെ പ്രാധാന്യത്തെ നാം അറിയിക്കേണ്ടത്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങൾ പറയാ, അല്ലാഹു നേരത്തെ കാലത്തെ സംവിധാനിച്ച സംവിധാനങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഖദറിൽ അല്ലാഹു നേരത്തെ കണക്കാക്കിയ കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് നേരത്തെ സംഭവിക്കുന്നതാണ്. ആ സംഭവിക്കുന്നതിലും ആ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലും മാറ്റം വരാൻ 2-3 കാര്യമുണ്ട്. ഒന്ന് ദുആയാണ്, മറ്റൊന്ന് അമലാണ്, സദഖയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, കാരണം ഇന്നല്ലാഹ ബിമാ തഅമലൂൻ. നമ്മുടെ ഇടതും വലതും അല്ലാഹു രേഖാമൂലം എഴുതിവെക്കപ്പെടാൻ 2 ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ബിമാ തഅമലൂൻ. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞതെന്താ? ഇന്നല്ലാഹ ബിമാ തഅമലൂൻ. അല്ലാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ വിധി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഖദർ ഖദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു മാത്രം പറഞ്ഞതല്ല. അല്ലാഹു നേരത്തെ കാലത്തെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും നല്ലതായാലും ബടക്കായാലും ഒരുപാട് ഉത്തരവാദിത്തം നമ്മൾക്കുമുണ്ട്. നല്ലത് വരികയാണെങ്കിൽ ആ നല്ല കർമ്മം നമ്മുടെ കരങ്ങളിൽ ഉണ്ടാവണം. മോശമാണ് വരുന്നതെങ്കിലോ മോശം കരങ്ങൾ നമ്മുടെ കരങ്ങളിൽ ഉണ്ടാവണം. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, ലഹറുൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിന്നാസ്. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, ലഹറുൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി, ലഹറുൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി. കടലും കരയും ഒരുപോലെ ഫസാദായി, കരയും കടലും ഒരുപോലെ ഫസാദായി. ബിമാ കസബത് അയ്ദിന്നാസ്. ജനങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണം കൊണ്ട് ഓരോരുത്തരും അവന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് അനുഭവിക്കുന്നത് എന്ന് അല്ലാഹു തന്നെ പറയാണ്. അതുകൊണ്ട് തന്നെ ഖദർ ഖദായിൽ അല്ലാഹു നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നാം നമ്മുടെ കർമ്മങ്ങളെയും കൂടി നന്നാക്കണേ, നിയ്യത്ത് നന്നാക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖദറിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, ഖദറിൽ വിശ്വാസം വേണം. പക്ഷെ ഖദറിൽ വിശ്വാസം ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ എനിക്ക് നേരത്തെ കാലത്തെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കാൻ പാടില്ല. ചിന്തിച്ചാൽ മുർജിയത്തിന്റെ ഭാഗമായി പോകും, ഇസ്ലാമിന് പുറത്തു പോകുന്ന ഒരു ഐഡന്റിറ്റി ആയി പോകും. അല്ലാഹു കാക്കുമാറാവട്ടെ. അപ്പൊ അന്ന് നേരത്തെ കാലത്ത്, അതുകൊണ്ടുള്ള ചരിത്രം പറയുന്നത് കാണാം. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ ഷാമിലേക്ക് ഒരാൾ ഗവർണറായി അയക്കുകയാണ്. ഷാമിലേക്ക് ഗവർണറായ മഹാനായ ഉമർ റളിയല്ലാഹു തആല തങ്ങൾ മഹാനായ അബൂ ഉബൈദ ബിൻ ജർറാഹ് റളിയല്ലാഹു തആല തങ്ങൾ അയച്ചു. അവിടുന്ന് പറഞ്ഞു, അബൂ ഉബൈദ ഷാമിലേക്ക് പോകണം. ഷാമിലേക്ക് പോയിട്ട് ആ ജനങ്ങളെ മേൽ ഗവർണറായി അവർക്ക് വേണ്ട കാര്യങ്ങളങ്ങ് ചെയ്തു കൊടുക്കണമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല തങ്ങൾ അബൂ ഉബൈദയോട് അവിടുന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് അബൂ ഉബൈദ തങ്ങൾക്ക് ആ നാട്ടിലേക്ക് പ്ലേഗ്, താവൂൻ എന്ന് പറയുന്ന രോഗം പിടിപ്പെടുന്നത്. നമ്മുടെ നാടിനെ കുറച്ചു കാലം കിടുകിട ഉറപ്പിച്ച കൊറോണ എന്ന് പറയുന്നതിനേക്കാൾ മാരകമായ താവൂൻ എന്ന് പറഞ്ഞാൽ പ്ലേഗ് രോഗമാണ്. ആ പ്ലേഗ് രോഗമാണ് ഷാമിലേക്ക് വന്നത്. പെട്ടെന്നാണ് അബൂ ഉബൈദയോട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, അബൂ ഉബൈദ താങ്കൾ ഇങ്ങോട്ട് പോരണം, അവിടെ പ്ലേഗാണ്, താവൂനാണ്, അവിടുത്തെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ ഉബൈദ തങ്ങൾ അമീറുൽ മുഅ്മിനീനോട് തിരിച്ചൊരു ചോദ്യമാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ ഖദറിന്റെ മേൽ താങ്കൾ അല്ലാഹുവിന്റെ ഖദർ ഖദാഇൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? താങ്കൾ അള്ളാഹുവിന്റെ ഖദർ ഖദാ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണോ? അള്ളാഹു താല നേരത്തെ ഖദറിലെ അള്ളാഹു നേരത്തെ കണക്കാക്കിയതല്ലേ അബൂ ഉബൈദക്ക് പ്ലേഗ് വരാനെന്ന് കണക്കാക്കിയെങ്കിൽ അബൂ ഉബൈദക്ക് അത് വന്നോട്ടെ എന്നാണ് പറഞ്ഞത്. ഖദറിൽ എന്തിനാ നമ്മൾ ഓടി ഒളിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉമർ തങ്ങൾ അവിടുന്ന് മറുപടി കൊടുത്തത്, നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാഹ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദറിനെ കുറിച്ച് വല്ലാതെ ചർച്ച ചെയ്യാതെ പോയത്. സയ്യിദുനാ ഉമർ തങ്ങൾ മറുപടി കൊടുത്തത്, നഫിറു മിൻ ഖദരില്ലാ, നഫിറു ഓടിപ്പോകുന്നു, മിൻ ഖദരില്ലാ അല്ലാഹുവിന്റെ ഖദറിൽ നിന്നും, ഇലാ ഖദരില്ലാ അല്ലാഹുവിന്റെ മറ്റൊരു ഖദറിലേക്കാണ് ഞാൻ ഓടിപ്പോകുന്നത്. നല്ലൊരു വാക്കാണ് ആ പറഞ്ഞത്. അള്ളാഹു കണക്കാക്കിയതല്ലേ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പാടില്ല. കൊറോണ വന്നപ്പോൾ ഞങ്ങളോട് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു, സാനിറ്റൈസർ നിങ്ങൾ ഉപയോഗിക്കണേ,
മാസ്ക് നിങ്ങൾ ധരിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കലാണ് നമ്മുടെ ബാധ്യത. അത് തന്നെയാണ് ഇവിടെ മഹാനായ സയ്യിദ്ന ഉമർ തങ്ങൾ പറഞ്ഞ മറുപടിയും. മഹാനായ അബൂ ഉബൈദ തങ്ങളോട് പറയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖദറിന് ഓടിപ്പോകുന്നതിനെ ശ്രമിക്കുന്നു നിങ്ങൾ ചോദിച്ചില്ലയോ? ഓടിപ്പോവണ്ട, മറിച്ച് ഞാൻ നിങ്ങളോട് തിരിച്ചു പറയുന്നു, അതെ അതെ, എന്റെ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്, നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാ. ഞാൻ ഓടിപ്പോവാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് മറ്റൊരു ഖദറിലേക്കാണ് എന്ന് മഹാനായ സയ്യിദുന ഉമർ റളിയല്ലാഹു തആല നിങ്ങൾ പറയാണ്. എന്തേ ഇതിന് ആധാരമായത്? അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത് കാണാം, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. ഉമർ തങ്ങൾ പറഞ്ഞ മറുപടിയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ കഴിയണമെങ്കിൽ, പ്രയാസം വരുമ്പോൾ, ആയാസം വരുമ്പോൾ, വീടിന്റെ പ്രശ്നമുണ്ട്, കാര്യമായ ഉസ്താദ് തങ്ങൾ വന്നിട്ട് പറയാണ്, ഈ വീടിന്റെ പ്രശ്നമുണ്ട്, ഈ വീടിന്റെ പ്രശ്നമുണ്ട്, ഇവിടെ നിന്നാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അതല്ല കണക്കാക്കിയതല്ലേ, അള്ളാന്റെ ഖദറല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പാടില്ല. അത് റബ്ബിനെ വെല്ലുവിളിക്കലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നേരെ പോകും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാ. അതും അല്ലാഹ് കണക്കാക്കിയതാണ്. ആ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറിപ്പോവാൻ അല്ലാഹ് കണക്കാക്കിയതാണ് എന്ന് വിശ്വസിക്കലാണ് മുഅ്മിനിന്റെ അടയാളം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വീടിന്റെ പ്രശ്നമുണ്ട്, ഇവിടെ നിന്നാൽ രോഗം വരും, അല്ലെങ്കിൽ മറ്റേതെല്ലാം വിധത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ശാരീരികമായി പ്രശ്നങ്ങൾ ഉണ്ടായി തീരുമെന്ന് അതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഏർപ്പാട്. മെല്ലെ അവിടുന്ന് മാറലാണ് മുഅ്മിനിന്റെ അടയാളം. അതെന്നാണ് നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാ. അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് മറ്റൊരു ഖദറിലേക്ക് നീങ്ങലാണത്. അതൊരിക്കലും തെറ്റല്ല, വിശ്വാസത്തിന് എതിരല്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് തന്നെയാണ് ശരിയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്തേ കാരണം? അല്ലാഹുവിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മുഅ്മിനാരാണ്, മുഅ്മിനത്താരാണ്? അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കേണ്ട ക്രമപ്രകാരം സൂക്ഷിക്കേണ്ട പോലെ നിങ്ങൾ സൂക്ഷിക്കണേ. അതുപോലെ അല്ലാഹു വീണ്ടും പറയുന്നു, അല്ലാഹുവിന്റെ ഖദറിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കണേ എന്ന് അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യം പറഞ്ഞു. ഇപ്പൊ 3ാമത്തെ കാര്യം ആയുസ്സിൻ്റെതാണ്. 4ാമത്തത് ഖദറുൽ, വർഷത്തിലെ ഖദറാണ്. വർഷത്തിലും ഒരു ഖദറുണ്ട്. അതല്ലേ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. അല്ലാഹു തആല നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ആ രാത്രിയിലാണ് നമ്മൾ ലൈലത്തുൽ ഖദറിനെ ഇറക്കിയത്. ഒരു വർഷത്തിലാണ് ഉണ്ടാവുക. റമദാൻ എന്ന് പറയുന്ന വിശേഷമായ വർഷത്തിൽ ഒരിക്കൽ വരുന്ന മാസത്തിൽ ഒരു ദിവസത്തിലാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ് ഉണ്ടാവുകയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആ വർഷം ആര് മരിക്കും, ആര് ജനിക്കും, ആര് ഹജ്ജിന് പോകും, അതുപോലെ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ എല്ലാ പ്രവർത്തനങ്ങളും ആ ദിവസത്തിൽ രേഖപ്പെടുത്തി വെക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വർഷത്തിലെ ഖദർ. 5ാമതായി പറഞ്ഞു ഖദറുൽ യൗമി, ദിവസത്തിന്റെ കണക്കാക്കലാണ്. പ്രാർത്ഥന കൊണ്ട് പലതും മാറ്റി മറിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ദിവസമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇന്നത്തെ ദിവസം മുഴുവനും മൂഡ് ഓഫ് ആണ്, ഇന്നെന്താണെന്നറിയില്ല, ആരെയാ കണി കണ്ടെന്നറിയില്ല. അങ്ങനെ പറയാൻ പാടില്ല. ഇന്നത്തെ ദിവസം മുഴുവനും മൂഡ് ഓഫ് ആണ്, എന്തോ ഒരു സുഖമില്ലാത്ത ദിവസമാണെന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോവാറുണ്ട്. പക്ഷെ പറയാൻ പാടില്ല, അത് അല്ലാഹുവിന്റെ ഖദറാണ്, അല്ലാഹുവിന്റെ ഖദറാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദിവസത്തിന്റെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. ആ ദിവസം 5 കാര്യം അല്ലാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ടിട്ട് എണ്ണി ഓരോ കാര്യങ്ങളും പറഞ്ഞു, വർഷത്തിന്റെയും ആയുസ്സിന്റെയും റിസ്കിന്റെയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അവസാനം ഖദറുൽ യൗമി, ദിവസത്തിന്റെ ഖദറിലേക്കും
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തിന്റെ കഥ പറയുകയാണ്, പ്രാർത്ഥന കൊണ്ട് വല്ലതും മാറ്റിമറിക്കപ്പെടുന്നു. അതുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉദാഹരണം പറഞ്ഞത്, ഒരാൾ ആയുസ് എത്തിക്കഴിഞ്ഞാൽ ആയുസ് എത്തി നിൽക്കുന്ന സമയത്ത് അയാൾ കുടുംബത്തിൽ പോയി ഒന്ന് സന്ദർശിച്ച് ആ കുടുംബത്തെ സന്ദർശിക്കലോടുകൂടി ആ തീരുമാനം അല്ലാഹു അവനിക്ക് മാറ്റിമറിക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്ത് നന്മയായാലും തിന്മയായാലും ജീവിതത്തിൽ വരുന്നതെല്ലാം അല്ലാഹു നേരത്തെ കാലത്തെ സംവിധാനിച്ചതാണ്, കണക്കാക്കിയതാണ് എന്ന് വിശ്വസിക്കലാണ് ഒരു മുഅ്മിനിന്റെ കടമ, ഒരു മുഅ്മിനിന്റെ അടയാളം എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണയിട്ടുകൊണ്ട് പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറയാൻ കാരണം, പ്രയാസങ്ങൾ വരുമ്പോ ആ പ്രയാസങ്ങളിൽ അള്ളാഹു എനിക്ക് നീ നേരത്തെ നിശ്ചയിച്ചു വെച്ചതാണ് എന്നിലേക്ക് എത്തിയത്, അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല, വിഷമമില്ല, പ്രയാസമില്ല, ഇതിന് പകരം ഇതിനേക്കാൾ ഹൈറായത് എനിക്ക് തരണം. അതുകൊണ്ട് ഒരാൾ മരിച്ചത് വന്നത് വരക്കാം, അല്ലേ? ഇതിന് പകരമായി ഏറ്റവും നല്ല ജീവിതം, ഏറ്റവും നല്ലൊരു അയൽവാസി, ഏറ്റവും നല്ലൊരു പങ്കാളി, ഇതൊക്കെ നാളെ നിന്റെ അടുത്ത് നീ എനിക്ക് തരണേ അല്ലാഹ് എന്ന് നമ്മൾ സാധാരണ ദ്വാരക്കാറുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഖദറിന്റെ ഒരു ഭാഗമായിട്ടാണ്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി പെരുമാറാവട്ടെ. റബ്ബേ, ഇനി വരാൻ പോകുന്ന ശഅബാനിനെയും റമളാനിനെയും വരവേൽക്കാനും അള്ളാഹുവേ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, നമ്മുടെ ജീവിതത്തിൽ വല്ല ശർറും നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ബന്നാര ഹബീബിന്റെ ഹഖിജാവ് ബറകത്ത് കൊണ്ട്, മഹാന്മാരായ സഹാബത്തുൽ ബദറിന്റെ ബറകത്ത് കൊണ്ട്, അള്ളാഹുവേ ഈ മാസത്തിന്റെ ഹഖിജാവ് ബറകത്ത് കൊണ്ട് നിങ്ങൾക്ക് നീ മനുഷ്യനെ തട്ടി മാറ്റണേ റഹ്മാനെ. എല്ലാ ഖൈറിന്റെ വാതിലും നിങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. എല്ലാ ശർറിന്റെ കവാടം നീ കൊട്ടിയടക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, എല്ലാം നീ കബൂലിയത്തുള്ള അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ അപാകതകളും വന്നു പോയെങ്കിൽ അള്ളാഹുവേ നിന്റെ മഹത് ഫദ്ല് കൊണ്ട് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്, മാപ്പാക്കണേ റഹ്മാനെ. പാവങ്ങളാണ്, പാപികളാണ്, ദോഷികളാണ് അല്ലാഹുവേ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ചെറുതും വലുതുമായി ധാരാളം തെറ്റുകൾ ചെയ്തു പോയവരാണ് അല്ലാഹ്. എല്ലാം നീ പൊറുത്ത് മാപ്പാക്കണേ റഹ്മാനെ, എല്ലാം നീ പൊറുത്ത് മാപ്പാക്കണേ അല്ലാഹ്.